ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയതിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ. കാര്യം ഇത് നിങ്ങൾ കാണുന്നവർക്കൊക്കെ പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ജോലിയില്ലാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേർക്ക് തൊഴിലില്ലായ്മയുണ്ട്, അവർക്കൊക്കെ പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ് ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു ന്യൂസ് കേൾക്കാം. ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങൾ ഹൈപ്പും കൂടെ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത്. കാര്യം തൊഴിലില്ലായ്മ നമുക്കൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ് അല്ലേ. ഒത്തിരി പേര് പഠിച്ചേച്ച് നിൽക്കുന്നവരുണ്ട്, അല്ലാതെ ഒരു നിവൃത്തിയില്ല, ഇന്ന് ജോലിയുണ്ടെങ്കിൽ നാളെ ജോലി ഇല്ലാത്തവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സേഫായിട്ടൊരു സ്ഥലമുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് വാർത്ത കേൾക്കാം. കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. സംസ്ഥാനത്തെ തടവുകാരുടെ കൂലി കുത്തനെ കൂട്ടിയ സർക്കാർ ശിക്ഷാ തടവുകാരുടെ പ്രതിദിന കൂലി 10 മടങ്ങ് വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. 63 രൂപയുണ്ടായിരുന്ന വേതനം 520 രൂപയായും 177 രൂപ എന്നത് 560 രൂപയായും 152 രൂപ എന്നത് 620 രൂപയായും കൂട്ടിയിരിക്കുന്നു. 4 സെൻട്രൽ ജയിലുകളായി കഴിയുന്ന 3000-ലധികം തടവുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. രാഷ്ട്രീയ തടവുകാർക്കും ഇതിന്റെ ഗുണം കിട്ടും. അതാണ്, അവർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. മുൻഗണന അവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. കാര്യം അവരാണല്ലോ ഒരുപാടുള്ളതകത്ത് കിടക്കുന്നത്. അല്ലാതെ സാധാരണക്കാരനെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവന് തിരിച്ച് നാട്ടിലോട്ട് വരണമെന്നുണ്ട്. ഇവർ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഈ രാഷ്ട്രീയ തടവുകാർക്കാണ് ഇത് മുഴുവനായിട്ട് അങ്ങ് കൊടുക്കേണ്ടത്. പണ്ടൊക്കെ പറയാം, നമ്മൾ കിളിച്ചുണ്ടൻ മാമ്പഴത്തിനകത്ത് പറയുന്നുണ്ട് കണ്ണൂർ ജയിൽ ആൺകുട്ടികൾക്കുള്ളതാണെന്ന്. ഇനി അങ്ങനെയല്ല പറയേണ്ടത്, കണ്ണൂർ ജയിൽ കുടുംബം നോക്കുന്നവന്മാർക്കുള്ളതെന്നാണ് പറയേണ്ടത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒരു കുടുംബം അതിൽ കയറി ചിറങ്ങി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നല്ലൊരു തുകയാണ് കിട്ടുന്നത്. ഒരു 10 സെൻറ്റ് സ്ഥലവും മേടിച്ച് നല്ല അടിപൊളി ഒരു വീടും വെക്കാനുള്ള കിട്ടും. ഒരു 5-6 കൊല്ലം കിടന്ന് കഴിയുമ്പോഴത്തേക്ക് അത് നല്ലൊരു കാര്യമല്ലേ. കാര്യം അവർ നാട്ടിൽ ദൈവവചനം പറഞ്ഞേച്ച് അവരകത്തോട് കയറിപ്പോയവരല്ലേ. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുത്താലല്ലേ അതിൻ്റെ ഒരു ഇത് വേണ്ടേ. കാര്യം വെച്ചാൽ അവരോടൊക്കെ മനസാക്ഷി കാണിക്കണ്ടേ, കാണിച്ചാലല്ലേ പറ്റുള്ളൂ. അവരിവിടെ നല്ല കാര്യങ്ങൾ ചെയ്ത് ചകത്ത് പോയതല്ലേ, പോയിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരുമ്പം അവർക്ക് അതാത് സെറ്റപ്പ് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒപ്പിക്കണ്ടേ. ഇത് എങ്ങോട്ടാണ് ഈ പോക്കെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ. സത്യം, എങ്ങോട്ടാണ് ഈ പോക്കെന്ന് മനസ്സിലാകുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് ആശാ വർക്കറായിട്ടുള്ള കുറേ അമ്മമാർ, കുറേ ചെറുപ്പക്കാരും അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് കിടന്ന് വായിട്ട് അലച്ചായിരുന്നു. ഒരു ഇച്ചിരി പൈസ ഒന്ന് കൂട്ടിക്കിട്ടാനായിട്ട് ഇല്ലേ, അവരുടെ വേദന ഒന്ന് കൂട്ടിക്കിട്ടാനായിട്ട്. അവരെത്ര നാൾ അവരെ എന്തുമാത്രം ഉപദ്രവിച്ചു, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഈ ആശാ വർക്കർ എന്ന് പറഞ്ഞാണല്ലോ, അവരൊക്കെ ഈ ഓരോ വീട് തോറും കയറി നടക്കുകയും ഓരോ കാര്യങ്ങൾക്ക് അവർ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ്. അവർക്ക് ഇഷ്ടം പോലെ അവർ വെയിലും മഴയൊക്കെ കൊണ്ട് നടന്നാണ്. അവർക്ക് ചെയ്യേണ്ട ജോലികൾ കൃത്യമായിട്ട് അവർ ചെയ്തില്ലെങ്കിൽ അവർക്ക് ശമ്പളമില്ല. അതുകൊണ്ട് അവരത് ചെയ്തിരിക്കും. അവരങ്ങനെ കഷ്ടപ്പെടും. അതുപോലെ തൊഴിലുറപ്പുകാരൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രായം ചെന്നവരാണ് ഈ തൊഴിലുറപ്പിനകത്ത് ഇപ്പോൾ കൂടുതലും ഉള്ളത്. ഞങ്ങളുടെയൊക്കെ ഇവിടെ പറമ്പിലൊക്കെ പണിയാൻ വരാൻ നമുക്ക് സത്യം പറഞ്ഞാൽ കഷ്ടം കൂടെ തോന്നാറുണ്ട്. യൂട്രസ് എടുത്തവരുണ്ട്, തീരെ പ്രായം ചെന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു ദിവസം ഒരു ശമ്പളം ഇത്ര രൂപ കിട്ടും. അതിനു വേണ്ടിയാണ് അവർ കഷ്ടപ്പെടാൻ വരുന്നത്. അവരുടെ ശമ്പളം എന്നാ ഉണ്ട്. അവർക്ക് ഇതുപോലെ തന്നെയാണ്. വെയിലും മഴയൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർ വെയിലാണേലും മഴയാണേലും അവർ കിടന്ന് കഷ്ടപ്പെട്ടേ പറ്റൂ. അതുപോലെ കിടന്ന് കഷ്ടപ്പെട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു തൊഴിലുറപ്പുകാരുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ 369 രൂപയേ ഉള്ളൂ അവരുടെ ശമ്പളം എന്ന് പറയുന്നത്. അതും ഈ ഇടയ്ക്കെങ്ങാണ്ട് ഒരു ഇച്ചിരി കൂട്ടിയത് ആ ഒരു ഇതാണ്. അതുപോലെ തന്നെ ആശാ വർക്കറുടെ എന്ന് പറഞ്ഞാൽ 400 രൂപ എങ്ങാണ്ടാണ് അവർക്കുള്ളത്. അവരെക്കാളും 220 രൂപയുണ്ട് ഈ ജയിലിൽ കഴിയുന്ന ആൾക്ക്. 620 രൂപ ശമ്പളം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ശമ്പളം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവരുടെയൊക്കെ ശമ്പളം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു കേട്ടോ. 63 രൂപ, 123 രൂപ. ഈ 63 രൂപയിൽ നിന്നാണ് ഈ 530 രൂപ കൂട്ടിയേക്കുന്നത്. 10 ഇരട്ടിയായിട്ട് കൂട്ടിയേക്കുന്നത്. അതുപോലെ ഇതായിട്ടാണ് കൂട്ടിയേക്കുന്നത്. 530 രൂപയായിട്ട് കൂട്ടിയേക്കുന്നത്. ഇന്നിപ്പോൾ ഒരു പണിക്ക് പോയാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെട്ടാലേ ഉള്ളൂ മനുഷ്യർക്ക് എന്തെങ്കിലും കിട്ടുന്നത്. അതും നമ്മുടെ ചിലവ് അതിൽ നിന്ന് പോകണം. പക്ഷേ ഇവർക്ക് അങ്ങനെയാണോ? ഇവർക്ക് കറണ്ട് ബില്ല് അടയ്ക്കേണ്ട, ഇവർക്ക് വെള്ളത്തിൻ്റെ പൈസ കൊടുക്കണ്ട, ഇവർക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു ആവശ്യമില്ല ഒരു അസുഖം വന്ന പൈസ കൊടുക്കണ്ട, ഇവർക്ക് ഒന്നിനും അവർക്ക് ഒരു പൈസയും കൊടുക്കണ്ട. അവരവിടെ ചെയ്യുന്ന ജോലികളെന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ പണ്ടൊക്കെ സിനിമയിലാണ് പാറ പൊട്ടിക്കുന്നതും ഭയങ്കര ഇതായിട്ടൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പം അങ്ങനെയുള്ള വലിയ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ജയിലിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഓരോന്നില്ലാത്തവരൊക്കെ നമ്മൾ കണ്ടും കേട്ടുമൊക്കെ ഇതായിട്ടുണ്ട്. അടുക്കള പോലും ഹൈടെക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിനേക്കാൾ സൗകര്യമുണ്ട് ജയിലിലെ അടുക്കളയ്ക്ക്. അതിനേക്കാൾ സൗകര്യത്തിനാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിനൊക്കെ മുടക്കിയേക്കുന്നത് കോടികളാണ് ആ ഒരു അടുക്കളയൊക്കെ ഒന്ന് ഇതാക്കാനായിട്ട്. ഇവിടെ നിന്ന് ഇതുപോലുള്ള പരിപാടി, പീഡനം, കൊലപാതകം, പിടിച്ചുപറി, പിന്നെ എന്നതാ
അങ്ങനെ ഒരുപാട് 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 എന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തേച്ച് പോകുന്നവർക്ക് അവിടെ സുഖജീവിതം, വലിയ കഷ്ടപ്പാടില്ല, നല്ല ശമ്പളം. ഇനിയിപ്പോൾ ആൾക്കാർ കൂടും. ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരുന്നു. പിടിച്ചുപറി, മോഷണോ ഉപദ്രവമോ ഒക്കെ കൂടും. കൂടിയാലും പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ വരുന്നവർ അത് പിടിക്കപ്പെടല്ലേ എന്നുള്ള രീതിക്കായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി അങ്ങനെയല്ല, പിടിക്കപ്പെടണേ എന്ന് പറഞ്ഞു തന്നെ വരത്തുള്ളൂ. അപ്പം ഈ ഓരോന്നും മാലയിട്ടുകൊണ്ട് നടക്കുന്നവരാണേലും പിന്നെ കൊച്ചു പെമ്പിള്ളേരൊക്കെ ആണെങ്കിലും സൂക്ഷിച്ച കാര്യം. നിങ്ങളെയൊക്കെ പീഡിപ്പിക്കാൻ തന്നെ ശരിക്കും പീഡിപ്പിച്ച് തന്നെ അമ്മമാരകത്ത് പോകാൻ തന്നെ തീരുമാനിക്കും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർക്കകത്ത് പോയ സുഖജീവിതമാണ്. സുഖജീവിതം. ഇനി ക്രിമിനൽ ഉറപ്പായിട്ടും കൂടും. ഈ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാടുണ്ട്. അവർ പലരും പല സ്വഭാവക്കാരാണ്. ക്രിമിനൽ മൈൻഡുള്ളവരുണ്ട്, പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്, ഒത്തിരി ഇതായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അതിൽ നല്ലവരും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, നല്ലതും ചീത്തയും ഉണ്ട്. അത് മലയാളികൾക്കിടയിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ആനുകൂല്യങ്ങളാണ്. ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ മഴക്കാലമായി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കാണത്തില്ല. പിന്നെ നല്ല ചൂടായി കഴിഞ്ഞാലും ചിലപ്പോൾ പണി കാണത്തില്ല. ഇന്നുണ്ടെങ്കിൽ നാളെ കാണുകയില്ല. അങ്ങനെയൊക്കെയാണ് ഓരോ മലയാളികളുടെയും ജീവിതം. എന്നും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെയാണ്. ഒരു കൂടി വന്നാൽ ഒരു മാസം അവർക്ക് എങ്ങനെ കിടന്ന് പണിതാലും ചിലപ്പോൾ കിട്ടും ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ. ചിലപ്പം ഒന്നും കിട്ടാത്ത മാസങ്ങൾ കാണും. കാര്യം ഒരു പണി പോലും ഇല്ലാത്തവർ കാണും ചില ദിവസങ്ങളിൽ. ചില മാസങ്ങളിൽ ഒരു പണിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു മാസം ഒരു പണിയില്ലായിരുന്നെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. പക്ഷേ ജയിലിൽ കിടക്കുന്നവർക്ക് ഒരു മാസം ഈ 530 രൂപയുടെ തന്നെ നോക്കിയാൽ പോലും 15 രൂപയ്ക്ക് മേളിൽ വരുന്നുണ്ട് അവർക്ക് ഒരു മാസം വരുമാനം. അതുപോലെ തന്നെയാണെങ്കിലും ഇവർക്ക് ഈ 620 രൂപ കിട്ടുന്നവർക്ക് 18 രൂപയ്ക്ക് മേളിൽ വരുന്നുണ്ട് ഒരു മാസം വരുമാനം. അവരവിടുന്ന് ഒരു 12 മാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് ഒരു 2 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ അവരുടെ കൈ വന്ന് പെടുന്നുണ്ട്. ഇല്ലേ? എൻ്റെ കണക്കുകൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറയാം. അങ്ങനെ കൂടുന്നുണ്ട്. അത്രയും അവർക്ക് ലക്ഷങ്ങളായിട്ടാണ് അവർ ഇറങ്ങുന്നത്. ഇത് എന്നത്തിനാണ് ഇങ്ങനെയൊരു ഇത് കൂട്ടിയേ എന്നെനിക്കറിയില്ല. എങ്കിലും അതിനെപ്പറ്റി അറിയാവുന്നവർ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതിനെപ്പറ്റി അറിയാവുന്നവർ പറയുന്നത് എന്നതാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവിടെ ആ വെയിലത്തും മഴയത്തും ഒക്കെ കിടന്ന് കഷ്ടപ്പെട്ട ആശാ വർക്കർമാർക്ക് അവർക്ക് 1 രൂപ കൂട്ടിക്കൊടുക്കാൻ തയ്യാറാവാതിരുന്ന സർക്കാരാണിത്. അവർ ജോലി ചെയ്തിട്ടാണ് അവർ പണം ചോദിക്കുന്നത്. യവന്മാർ വല്ലവരെയും കൊന്ന്, തല്ലിക്കൊന്ന്, വെട്ടിക്കൊന്ന്, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് ഒക്കെ ജയിലിൽ പോയി കിടക്കുന്നവന് കൊടുക്കുന്നതാണ് ഡെയിലി ഈ 620 രൂപ കൊടുക്കണം, നിർബന്ധമായിട്ട് കൊടുക്കണം. അപ്പോൾ ജയിൽ വകുപ്പിൽ നിന്ന് 230 എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു 350 രൂപ ആക്കണം എന്നുള്ള ഒരു ശുപാർശ പോയി. ആ ശുപാർശ പോയപ്പോൾ ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതെടുത്തങ്ങ് വെട്ടി. എന്നിട്ട് 620 രൂപയാക്കി കൊടുത്തു. പണമുണ്ട് ഇവരുടെ കയ്യിൽ. അതിൻ്റെ കാര്യം എന്താണെന്നറിയാം, ഇതിൻ്റെ നാളെ നമുക്ക് അവിടെ പോയി കിടക്കേണ്ടതല്ലേ? അല്ലേ? അവർക്കും പോയി കിടക്കണം. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ അവരുടെ ആൾക്കാരാണ് പോയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്. റിട്ടയർഡ് ജസ്റ്റിസായ കമാൽ പാഷ എന്ന് പറഞ്ഞ സാറാണ്, അദ്ദേഹമാണ് പറയുന്നത് ഈ ഒരു കാര്യത്തെപ്പറ്റി. കാര്യം ഇദ്ദേഹം ഒരുപാട് ക്രിമിനലുകളെ കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് ക്രിമിനലുകളെ. ഇദ്ദേഹത്തിൻ്റെ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഒരു മോഷണം നടത്തുന്നവൻ അവൻ്റെ പരിപാടി എന്നാന്ന് വെച്ചാൽ അവന് ജയിലിൽ കിടക്കലാണ് കൂടുതൽ ഇഷ്ടം. കാര്യം എന്നാന്ന് വെച്ചാൽ അവിടെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ആഴ്ചയിൽ മട്ടൻ കിട്ടും, ചിക്കൻ കിട്ടും, ബീഫ് കിട്ടും, മീൻ കിട്ടും, എല്ലാം കിട്ടും. സുഖഭക്ഷണമാണ്, ഒന്നിനും ഒരു കുറവില്ല. പുറത്തിറങ്ങിയാൽ ജോലിക്ക് പോകണം, അവിടെ ഭയങ്കര കഷ്ടപ്പാടുമാണ്, എല്ലാമാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ആ മനുഷ്യൻ പറഞ്ഞു, എന്നെ ജയിലിൽ ഭയങ്കര ഉപദ്രവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് ഉപദ്രവം എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, എനിക്ക് അടുക്കളയിലാണ് ജോലി കിട്ടിയേക്കുന്നത്. മീൻകറി വിളമ്പി വരുമ്പോഴത്തേക്ക് അവസാനം ആകുമ്പോഴത്തേക്ക് മീൻ കഷ്ണം കാണത്തില്ല, മുള്ളേ കാണത്തില്ല. എന്നിട്ട് അതിനകത്ത് ആൾക്കാർ എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ അതിനകത്ത് ആ ഉപദ്രവമാണെന്ന് പറഞ്ഞാലും അയാൾക്ക് അതിനകത്ത് തന്നെ നിൽക്കാനാണ് ഇഷ്ടം. കാര്യം ഇയാളെ അവിടുന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ അന്നേരം ഒരു മോഷണം ചെയ്യുമെന്ന് പറഞ്ഞു. മോഷണം ചെയ്തെച്ചാൽ ഇങ്ങനെ അതിനുള്ള തെളിവും വെച്ചിട്ടാണ് പോകുന്നത്. കാര്യം ഇയാളെ തന്നെ പിടിക്കണം. അത് പിടിച്ച് ഇയാളെ വീണ്ടും അകത്ത് കൊണ്ടുവരണം, പുള്ളിക്ക് അകത്ത് വന്ന് കഴിയണം. അകത്താണ് സുഖം. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അകത്ത് സേഫാണ്, ഫുഡുണ്ട്, കാര്യങ്ങളുണ്ട്, വേറെ ഒന്നിനും ഓർത്ത് വിഷമിക്കേണ്ട, മറ്റൊന്നിനെയും പറ്റി ചിന്തിക്കേണ്ട. അടുക്കളയിൽ പാചകവും കൂടെ ആകുമ്പോഴത്തേക്ക്, അടുക്കള കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമുക്ക് ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ കേട്ടതിന് ശേഷം നമുക്ക് സെൻട്രൽ ജയിലിലെ അടുക്കളയും കൂടെ ഒന്ന് കാണാം. ഈ 620 രൂപ ഈ ജയിലിൽ കിടന്ന് സുഭിക്ഷമായിട്ട് ആഹാരവും കഴിച്ച് അവിടെ മൊബൈലും ഒക്കെ ഉപയോഗിച്ച് എല്ലാ വൃത്തികേടുകളും കാണിച്ച് ജയിൽ അതിർത്തി എടുത്തിട്ട് അടിച്ച് നടക്കുന്നവന്മാർക്ക് കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് ഇതാണ്. അത് കൊടുക്കണം. കാരണം എന്താണെന്ന് അറിയാം, ഈ രാഷ്ട്രീയക്കാരാണ് അത് ഈ കിടക്കുന്നത് മുഴുവൻ. രാഷ്ട്രീയക്കാരെന്ന് എല്ലാവരെയും അടച്ചു പറയേണ്ട. ഏറ്റവും
അത് ഏത് രാഷ്ട്രീയക്കാരെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരടിച്ചു കൊടുത്താൽ യൂട്യൂബ് ചാനൽ കിട്ടും കേട്ടോ. അദ്ദേഹം പറയുന്നുണ്ട് ഏത് രാഷ്ട്രീയക്കാരെന്നൊക്കെ പറയുന്നത്. ഞാൻ എൻ്റെ അതിനകത്ത് ഉൾപ്പെടുത്തില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ രാഷ്ട്രീയം പറഞ്ഞ് വലിയൊരു ഇത് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല, പറഞ്ഞേ പറ്റുള്ളൂ. കാര്യം നമ്മളുടെ നികുതി പണവും കൂടാണ് ഈ പോകുന്നതെന്ന് ഓർക്കണം. നമ്മൾ കൊടുക്കുന്ന നികുതി പണവും കൂടെ കൊണ്ടാണ് ഈ അകത്ത് കിടക്കുന്നവർക്ക് ഇവർ ശമ്പളം കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ നികുതി പണവും കൂടെ തന്നെ. ഇപ്പോൾ പുറത്തൊരു കൊലപാതകം ചെയ്തു, ഒരു വീട്ടിൽ ഒരാളെ കൊന്നു, അയാളെ ശിക്ഷിച്ചു, അകത്ത് കിടന്നു. ആ വീട്ടിലെ അവർ കൊടുക്കുന്ന നികുതി പണവും കൂടെയാണ് ഇവരുടെ കുടുംബത്തുള്ള ഒരുത്തനെ കൊന്നവന് അവിടെ കിട്ടുന്നത്. അവനും കൂടാണ് കിട്ടുന്നത്. അവരുടെ കുടുംബത്തുള്ള ഒരെണ്ണത്തിനെ കൊന്നു, അല്ലെങ്കിൽ ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ചു, അങ്ങനെ ചെയ്ത ഒരുത്തനും കൂടാണ് ആ ഒരു കുടുംബത്തിൽ നിന്നും കൂടാണ് നികുതി പണം അങ്ങോട്ട് ചെല്ലുന്നത്. ഇതൊക്കെ മനുഷ്യർ വേറെ എന്നെല്ലാം കാര്യങ്ങൾ ഇവിടെ ചുമ്മാ ചർച്ച ചെയ്യുന്നുണ്ടെന്നറിയാം. ഇതൊന്നും ആർക്കും ചർച്ച ചെയ്യാനോ ആർക്കും സംസാരിക്കാനോ ഒന്നും താല്പര്യമില്ല. ഇത് ഇനിയിപ്പോൾ അടുത്തത് ഇതിൻ്റെ പുറത്തോട്ട് വന്ന് വേറെ മൂടി കഴിയുമ്പോഴത്തേക്ക് ഇതും ഇവിടെ അങ്ങ് അടഞ്ഞ അധ്യായമാകും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് സർക്കാർ ഉപയോഗിക്കുന്നത്. നമ്മുടെയൊക്കെ, അതായത് ഇത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പണമല്ലത്. ഈ കൊടുക്കുന്ന പണം നമ്മുടെയൊക്കെ നികുതി പണമാണ്. അത് ആർക്കാ കൊടുക്കേണ്ട? ഇപ്പം ആശാ വർക്കർമാർക്ക് ഈ 620 അല്ല, അവർക്ക് ദിവസം 1000 രൂപ കൊടുത്തെന്ന് പറഞ്ഞാലും എനിക്ക് സന്തോഷമാണ്. ശരിയാണ്. ഈ ആശാർ വർക്കർക്ക് ഈ ഒരു 530 അല്ലെങ്കിൽ 620 അതിനേക്കാളുള്ള ഒരു പറഞ്ഞാൽ 1000 രൂപ കൊടുത്താലും അത് നമുക്ക് സന്തോഷമേ തോന്നത്തുള്ളൂ. അവരതുപോലെ കിടന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിലുറപ്പുകാർക്ക്, അതുപോലെ കയർ തൊഴിലാളികൾക്കൊക്കെ 428 രൂപയേ ഉള്ളൂ ശമ്പളം എന്ന് പറയുന്നത്. ഒരു സെക്യൂരിറ്റി ജീവനക്കാരന് 596 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു മനുഷ്യരൊക്കെ കഷ്ടപ്പെടുന്നെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നിട്ടാണ്. നമ്മൾ ഇപ്പോൾ എനിക്കങ്ങനെ അപൂർവങ്ങളിലേ കാണാറുള്ളൂ തോന്നുന്നു. ചില ഹോട്ടലിലെ വാതിക്കൽ പ്രായം ചെന്ന മനുഷ്യരെ നിർത്തും, ഒരു തൊപ്പിയും വെച്ച് ഒരു വെയിലും കൊണ്ട് അതുങ്ങൾ നിന്ന് ഈ ആഹാരം അവിടെ ആ ഹോട്ടലിലേക്ക് കയറാൻ വേണ്ടി. അവർക്കൊക്കെ വളരെ തുച്ഛമായ ശമ്പളമേ കാണുള്ളൂ. ആ ഒരു ശമ്പളത്തിന് അവർ ജോലിക്ക് വരുന്നത് കുടുംബം പോറ്റാൻ വേണ്ടിയാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണേ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ജയിലെന്ന് പറഞ്ഞാൽ എന്നാത്തിനാണ്? ഇതിപ്പോൾ കോടതിയൊക്കെ ഒരുമാതിരി കൊഞ്ഞനും കുത്തുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജയിലെന്ന് പറയുന്നത് എന്നാത്തിനാന്ന് ചോദിച്ചാൽ, പുറത്ത് തെറ്റ് ചെയ്യുന്നവർ അകത്ത് ശിക്ഷ കൊടുക്കാനാണ് അത് വെച്ചേക്കുന്നത്. ആ ശിക്ഷ കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ബിഗ് ബോസിലെ ജയിൽ പോലായി പോവാം. കാര്യം അതിനകത്ത് വലിയ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് സുഖമാണ്, അവർ കിടന്ന് ഉറങ്ങുന്നു, അവരിത് കാണിക്കുന്നു. സിമ്പിളായിട്ടുള്ള ശിക്ഷകളൊക്കെയാണ്. ബിഗ് ബോസിൻ്റെ ജയിലും പോലെ ആയിപ്പോയി ഇപ്പം നമ്മുടെ കേരളത്തിലെ ജയിലെന്നൊക്കെ പറയുന്നത്. കാര്യം പുറത്തൊരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരിതോ ചെയ്യുമ്പം അതിനകത്ത് കിടന്ന് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പം അവിടെ കിടന്ന് ചെയ്യുമ്പം അവനൊരു മനസ്സിലൊരു പശ്ചാത്താപമെങ്കിലും തോന്നണം. ഞാൻ ഇങ്ങനൊരു തെറ്റ് പുറത്ത് ചെയ്തിട്ടാണല്ലോ എനിക്കകത്ത് ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് എന്ന് തോന്നണം. ഇതിപ്പോൾ അകത്ത് കിടക്കുന്ന ഒരാൾ ഇപ്പോൾ ഗൾഫിൽ പോകുന്ന പോലെയാണ്. ഗൾഫിൽ പോകുന്നവർക്ക് ഇതിനേക്കാൾ ദുരിതങ്ങളാണ്. അവർക്ക് അവിടെ ശമ്പളം കുറവാണ്. മാസം അവർക്ക് വളരെ തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. ആ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് അവിടുത്തെ ചിലവ്, പിന്നെ ബാക്കി വീട്ടിലോട്ട് അയക്കാൻ വളരെ കുറച്ച് പൈസയെ കാണുള്ളൂ. അതുകൊണ്ട് അവരുടെ കുടുംബം ഇവിടെ തട്ടിയും മുട്ടിയായിരിക്കും പോകുന്നത്. അവർക്ക് യാതൊരു ഗുണവും ഇല്ല. കാര്യം അവിടെ പോയി കിടന്ന് പിന്നെ എന്നെ പറയുമ്പം പറയും ഗൾഫിലാന്ന് പറയാം, അതേ ഉള്ളൂ. അവിടെ കിടന്ന് വെയിലും തണുപ്പും കൊണ്ട് ഉണ്ടാക്കുന്ന പൈസ വളരെ കുറച്ച് പൈസ നാട്ടിലേക്ക് അയക്കുന്നു. ആ കൂടെ എന്നിൽ ഒരു കൊച്ചുങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ അത് തീർന്നു. ആ മാസം പിന്നെ അവർ അവിടെ കൂടെ നിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് കടവും കൂടെ മേടിച്ചാണ് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്. എത്രയോ പ്രവാസികളുണ്ട് സ്വന്തം മക്കളുടെ കല്യാണ സമയത്ത് നാട്ടിൽ വരാതെ അവിടെ നിൽക്കുന്നത്. കാര്യം ആ പൈസയും കൂടെ ആ കല്യാണത്തിന് വേണ്ടി അവർക്ക് മുടക്കാവല്ലോ എന്ന് ഓർത്ത് നിൽക്കുന്നത്. നിങ്ങളൊക്കെ ഇങ്ങ് പോരും, ഇവിടെ നല്ല ശമ്പളമാണ്. എന്നേലൊക്കെ ഒരു ഇത് ചെയ്ത് സ്ഥലത്തോട്ടം കയറിയാൽ മതി, സുഖമാണ്. അവിടെ നിന്നൊക്കെ ഇങ്ങ് പോരും. വെറുതെ അവിടെ കിടന്നതിനകത്ത് ഈ വെയിലും ഇതൊക്കെ കൊണ്ട് ഇതാകുമ്പോൾ നിങ്ങളെ ഇടയ്ക്ക് കാണാൻ വരാം നിങ്ങളുടെ വീട്ടുകാർക്ക്. ഗൾഫിലെന്നൊക്കെ പറഞ്ഞാൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് നാട്ടിലുള്ളവരെ കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് പരോള് കിട്ടും. നിങ്ങൾക്ക് പുറത്തിറങ്ങി നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിൽക്കാം. വീണ്ടും നിങ്ങൾക്ക് അകത്തോട്ട് കയറാൻ സുഖമായിട്ട് വീണ്ടും ജോലി ചെയ്യുക, ശമ്പളം കിട്ടും. അകത്തുനിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു കൊച്ചു വീടോ എന്നതിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്തിനാണ് നിങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇതിനിപ്പോൾ അന്തസ്സാണ്. ജയിലിൽ പോകുമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു അന്തസ്സാണ്. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കാനുള്ളതാണ് ജയിൽ. അവിടെ സുഖഭക്ഷണമോ പണ്ടൊക്കെ പറയുന്ന ഗോതമ്പുണ്ടയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള അവിടുത്തെ ആഹാരം കൊള്ളുകയില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ മനുഷ്യർ ചിന്തിക്കും, ഇവിടെ കിടന്ന് ഞാനിത് കാണിച്ചിട്ടാണല്ലോ അങ്ങോട്ട് കയറിയത്, അവിടുത്തെ ഫുഡ് എനിക്ക് പറ്റുന്നില്ല, അപ്പം ഞാൻ എങ്ങനെ ഇനി അവിടെ പോയി നിൽക്കാം, അതുകൊണ്ട് മര്യാദയ്ക്ക് എങ്ങനെ നാട്ടിൽ അടങ്ങി ഒതുങ്ങി വല്ല പണിയും ചെയ്ത് ജീവിക്കാം എന്ന് ആൾക്കാർ ചിന്തിക്കും. പക്ഷേ ഇനി അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒത്തിരി റീൽസ് ഇറങ്ങിയിട്ടുണ്ട്. ജോലിയില്ല, മറ്റേ ജഗതി റോഡിൽ പാവിരിച്ച് കിടക്കുന്ന പോലത്തെ ഒക്കെ റീൽസ് ഇറങ്ങിയിട്ടുണ്ട്, ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യർ കാണിക്കുന്നതിലാണോ കുഴപ്പം? നമുക്ക് എന്നാണെങ്കിലും ജയിലിലെ അടുക്കളയൊന്ന് കാണാം.
വിയ്യൂർ സെൻട്രൽ ജയിലിൽ പ്രതിദിനം 3 നേരം ഊട്ടേണ്ടത് 1000-ഓളം തടവുകാരെയാണ്. 3 നേരത്തേക്കും വേണ്ട പച്ചക്കറികൾ അരിയാൻ തന്നെ നല്ല അധ്വാനം വേണം. 35 തടവുകാരെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നിയമിച്ചാണ് ഇത് നടത്തിയിരുന്നത്. 1000 പേർക്കുള്ള സദ്യയുടെ ചിട്ടവട്ടങ്ങൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും ജയിലിലെ അടുക്കളയുടെ പ്രാധാന്യം. തടവുകാരുടെ അധ്വാനം കുറയ്ക്കാനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് 1.5 കോടി രൂപയോളം ചെലവിട്ടാണ് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയത്. 50 കിലോ പച്ചക്കറികൾ അരിയാൻ പോലും ചുരുങ്ങിയ സമയം മതി. ചോറുണ്ടാക്കാനും പാത്രങ്ങൾ കഴുകാനും വെവ്വേറെ സംവിധാനങ്ങൾ. ഇനി എന്നാ വേണം? പാത്രം കഴുകാൻ വെവ്വേറെ സൗകര്യങ്ങൾ, ചോറ് വെക്കാൻ വരെ വെവ്വേറെ സൗകര്യം, അതൊക്കെ അതിനകത്ത് കാണിക്കുന്നില്ല. ചോറ് വെക്കുന്നതൊക്കെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. 1.5 കോടി രൂപ മുടക്കിയാണ് ഈ ഒരു കാര്യങ്ങൾ ആ ജയിലിൽ ചെയ്തേക്കുന്നത്. പിന്നെ അവർക്ക് സ്വിച്ച് ഇട്ടാൽ മതി. അവർക്ക് സ്വിച്ച് ഇടുന്നതിനാണ് ഇത്രയും ശമ്പളം വെച്ചേക്കുന്നത്. അടുക്കള ജോലി ചെയ്യുന്നവർക്ക് അത് പറഞ്ഞിട്ട് സദ്യയാണ് അവിടെ അവർക്ക് ഒരുക്കുന്നത്. ആ സദ്യ ഒരുക്കുന്നതിന് അത്രയും പേരെ കൊണ്ട് കിടന്ന് പണിയാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ നാട്ടിൽ നന്മ പ്രവൃത്തികൾ ചെയ്ത് നമ്മുടെ പണ്ട് ബ്രിട്ടീഷുകാരോട് സമരം ചെയ്തില്ലേ, അങ്ങനെ ചെയ്ത മാതിരി ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ പോയവരൊക്കെയാണല്ലോ അതിനകത്ത് കിടക്കുന്നത്. അപ്പം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടവരാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അവർക്ക് സദ്യയും കൊടുത്ത് ചിക്കനും മട്ടനും ഒക്കെ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ, ഒരു ഇടത്തരക്കാരൻ്റെ വീട്ടിൽ മാസത്തിൽ പോലും മട്ടൻ മേടിക്കാത്ത വീടുകളുണ്ട് ഇല്ലേ? മാസത്തിൽ പോലും മട്ടൻ മേടിക്കാത്ത വീടുകളുണ്ട്. വല്ലപ്പോഴും എന്നേലൊരു വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മാത്രം ഇങ്ങനെയൊക്കെ മേടിച്ചാലേ അങ്ങനെ കഴിക്കുന്നവരുണ്ട് ഇല്ലേ? അങ്ങനെയുള്ളിടത്താണ് ഈ ജയിലിനകത്ത് അവർക്ക് ആഴ്ച മട്ടൻ, ചിക്കൻ, ബീഫ് എല്ലാം ഉണ്ട്, സദ്യയുണ്ട്, സുഖ ജീവിതം. പിന്നെ എന്നാ വേണം? അതിനകത്ത് മൊബൈൽ ഉപയോഗിക്കാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നതാണേലും നമ്മുടെ നിയമവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ നമ്മുടെ നികുതി പണമൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് പൊതുജനങ്ങളോട് പറയാനായിട്ട് ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ, നിങ്ങളെ സൂക്ഷിച്ചോളുക. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇനി ആർക്കും എന്തും ചെയ്യാം, സുഖജീവിതമാണ് അതിനകത്ത്. അതുകൊണ്ട് അതിലേക്ക് പോകാൻ ആർക്കും പേടി വരത്തില്ല. ഇനി ഗോവിന്ദചാമിക്കൊക്കെ നല്ല ശമ്പളമായിരിക്കുമല്ലോ ഗോവിന്ദചാമിക്ക്. ആ ഒരു 1.5 കയ്യൻ ആ ജയിലിൽ ചാടണമെന്നുണ്ടെങ്കിൽ 2 കൈയും കാലും ഉള്ളവന് സുഖമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എളുപ്പമല്ലേ? എന്നാണേലും ഞാൻ ഒരുപാട് ഇതൊന്നും പറയുന്നൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. 1.5 കോടി രൂപ കൊടുത്ത് ജയിലിൽ കിച്ചൺ, ഹൈടെക് രീതിയിൽ കിച്ചണൊക്കെ വെച്ച് സ്വിച്ച് ഇടുന്നതിനാണ് അവർക്ക് ശമ്പളം ഇത്രയൊക്കെ വെച്ചേക്കുന്നത്. കാര്യം ഭയങ്കര പാടാണല്ലോ, കൈ ഇങ്ങനെ ഒന്ന് പൊക്കിയ സ്വിച്ച് ഒന്ന് ഇടണമല്ലോ, അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ സ്വിച്ചൊക്കെ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് പിന്നെ ആ മെഷീനകത്തോട്ടൊക്കെ ഈ പച്ചക്കറിയൊക്കെ എടുത്തിട്ടൊന്ന് കൊടുക്കണം. അതൊക്കെ ഭയങ്കര വലിയ പാറ ചുമക്കുന്ന പോലത്തെ പണിയാണ്. അതൊക്കെ അവർക്കേ അറിയത്തുള്ളൂ. ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അവരെ ചെയ്യുന്നതിൻ്റെ. അപ്പം അത്രയും കഷ്ടപ്പെടുന്ന അവർക്ക് ഇത്രയും ഇത് വളരെ തുച്ഛമായ ശമ്പളമായി പോയെന്നേ എനിക്ക് തോന്നുള്ളൂ. ഇച്ചിരിയുടെ കൂടുതൽ 1000 രൂപ വെച്ച് കൊടുക്കാമായിരുന്നു. ഒരു ദിവസം 1000 രൂപ വെച്ച് അവർക്കൊരു കൂലിയായിരുന്നെങ്കിൽ അവർക്ക് ഇച്ചിരിയുടെ ഉപകാരമായിരുന്നതിന്, ഇച്ചിരിയുടെ സന്തോഷമാകുമായിരുന്നു പുറത്തു നിന്നുള്ളവർക്ക് അകത്തോട്ട് വരാനും. ഇനിയിപ്പോൾ പുതിയ ജയിലുകൾ പണിയാം. കാര്യം അതിനകത്ത് തികയല്ലോ ഇനി വരുന്ന ആൾക്കാരെ ഇടാനായിട്ട്. അതുകൊണ്ട് വീണ്ടും ജയിലുകൾ പണിയാം. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അടിപൊളിയാണ്. ജോലിയില്ലാത്തവർക്ക് നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അകത്ത് സുഖവാസത്തിന് ജീവിക്കാം. എന്നാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ്. ഞാനൊരു രാഷ്ട്രീയപരമായിട്ടോ ഒന്നുമല്ല. ഇന്നിപ്പോൾ ഏത് പാർട്ടിയുടെ വിഷയമാണെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യം ഏത് പാർട്ടിക്കാർ കൊണ്ടുവന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ ഞാൻ പ്രതികരിക്കത്തുള്ളൂ. അല്ലാതെ ഒരു പാർട്ടിയെന്നോ അങ്ങനെ ഒന്നുമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു രാഷ്ട്രീയം എൻ്റെ ഒരു ഇതിനകത്ത് പറയാൻ എനിക്ക് താല്പര്യമില്ലാതിരുന്നതാണ്. പക്ഷേ ഇത് പറയാതിരിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെയൊക്കെ നികുതി പണവും കൂടാണ് ഇതിലേക്ക് പോകുന്നതെന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. ഇതിനെ എതിർക്കുന്നവരും കാണും, അനുകൂലിക്കുന്നവരും കാണും. എന്നതാണേലും എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അനുകൂലിക്കുകയും ചെയ്യാം, പ്രതികൂലിക്കുകയും ചെയ്യാം. എന്നതായാലും ഞാൻ ഓക്കെയാണ്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.